ജാതിമത ചിന്തകൾക്ക് അതീതമായി ഇഞ്ചിയാനിയിൽ ഒരുമയുടെ പൂവിളി. ഓണത്തെ വരവേൽക്കുവാൻ ബന്ദിപ്പൂ കൃഷിയുമായി നാടൊന്നാകെ രംഗത്ത്. മലയാളി മനസ്സുകളിൽ ഓണത്തുടിപ്പുകൾ ഉണരുവാൻ നാളുകൾ ബാക്കി നിൽക്കെ സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും പുതുകാത രചിച്ച ഇഞ്ചിയാനി ഗ്രാമം ഓണത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണ്. ജാതിമത ചിന്തകൾക്ക് അതീതമായി കൂട്ടായ്മയിലൂടെ പ്രദേശത്ത് ബന്ദിപ്പൂ കൃഷിക്ക് ആവേശകരമായ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. ഇഞ്ചിയാനി ഹോളി ഫാമിലി പള്ളി വികാരിയും ഹോളി ഫാമിലി സ്കൂൾ മാനേജറുമായ ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമത്തെ ആകെ ഒന്നിച്ചുകൊണ്ടാണ് കാർഷിക മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നത്. അര ഏക്കറിൽ വിരിയുന്നത് 7500ഓളം ബന്ദിപ്പ് ചെടികളാണ്. പൂർണ്ണമായും ജനകീയ പങ്കാളിത്തത്തോടെ പാട്ടത്തിനടുത്ത അരയേക്കർ ഭൂമിയിലാണ് ഇത്തവണത്തെ ബന്ദിപ്പൂ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഹോളി ഫാമിലി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ വലിയൊരു കൂട്ടായ്മ തന്നെ നിലമൊരുക്കുവാനും തൈകൾ നടാനുമായി സജീവമായി രംഗത്തുണ്ട്. ഒന്നാം ഘട്ടത്തിൽ 7500ഓളം ബന്ദിത്തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത്. ബന്ദിത്തൈകളുടെ നടീലിന്റെ ഉദ്ഘാടനം ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്തിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ്, റോയി കപ്പിലുമാക്കൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മുൻ വർഷങ്ങളിലും ഓണക്കാലത്ത് സ്കൂൾ പരിസരത്ത് സമാനമായ രീതിയിൽ നാട് ഒന്നാകെ ഒരുങ്ങുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും നാടും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഏതാണ്ട് 7000ഓളം ബന്ദിത്തൈകൾ നട്ട് വലിയ ഒരു ഉത്സവം തന്നെ, പൂക്കളുടെ ഒരു ഉത്സവം, വസന്തം തന്നെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ഈ നാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മാതാപിതാക്കളും കുട്ടികളുമൊക്കെ ഇന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോയതുകൊണ്ടാണ് കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു ശ്രമത്തിലാണ് ഈ നാട് മുന്നോട്ടൊരു കാൽവയ്പ് നടത്തുന്നത്. ഉത്സവത്തിൻ്റെ കാലമാണ് അത്. പന്തുകളിയാണെങ്കിലും ഊഞ്ഞാലാട്ടം ആണെങ്കിലും പൂക്കളുടെ ഉത്സവമാണെങ്കിലും ഓണം എന്നും ഉത്സവകാലമാണ്. കഴിഞ്ഞ വർഷം വരെ സ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് ബന്ദിപ്പൂ കൃഷി ചെയ്ത് അത് ലാഭം നോക്കിയല്ല, അതാ ഒരു സീസൺ നോക്കി ഉത്സവത്തെ വരവേൽക്കാനായിട്ടുള്ള, ഓണത്തെ വരവേൽക്കാനായിട്ടുള്ള ഒരു ഒരുക്കമായിട്ടാണ് കണ്ടിരുന്നത്. ഇപ്രാവശ്യം ഇവിടെ 7000-ലധികം ബന്ദിത്തൈകൾ നട്ട് ഓണ സമയത്ത് ഇവിടെ ഇഞ്ചിയാനി ഒരു ഉത്സവം പ്രതീതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ വീട്ടമ്മമാരെല്ലാം അതുപോലെ തന്നെ ഇവിടെ ആൾക്കാരെല്ലാം കൂടി ഇതൊരു ഒത്തൊരുമയുടെ ഒരു സംരംഭമാണ്, കൂട്ടായ്മയുടെ സംരംഭമാണ്. അല്ലാതെ ഇവിടെ ആരും പെയ്ഡ് ജോബ് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഇഞ്ചിയാനിയെ എന്നും മുന്നോട്ട് നയിക്കുന്നത്. ബന്ദിപ്പൂ കൃഷി വിജയകരമായി നടത്തിയിരുന്നു. അന്ന് വിരിഞ്ഞ പൂക്കൾ പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സൗജന്യമായാണ് വിതരണം ചെയ്തത്. കൂടാതെ മതസൗഹാർദ്ദത്തിന്റെ ഉത്തമ മാതൃകയായി സമീപത്തെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് പൂജ ആവശ്യങ്ങൾക്കായും കിലോ കണക്കിന് പൂക്കളാണ് ഇഞ്ചിയാനിയിലെ ഈ പൂക്കൃഷിയിടത്തിൽ നിന്നും സൗജന്യമായി എത്തിച്ചു നൽകിയത്. ഇത്തവണയും ഈ പതിവ് തെറ്റാതെ വലിയ രീതിയിൽ പൂക്കൾ വിളയിപ്പിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വിദ്യാർത്ഥികളെ കേവലം പുസ്തക പുഴുക്കളല്ലാതെ മണ്ണെറിഞ്ഞ് വളർത്തുവാൻ ഫാദർ ജോസഫ് കല്ലൂപ്പറമ്പത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകി പോരുന്നുണ്ട്. സ്കൂൾ പരിസരത്ത് ബന്ദിപ്പൂവിന് പുറമെ നാരങ്ങ, വെണ്ട, ഓറഞ്ച്, പയർ തുടങ്ങി വിവിധയിനം പച്ചക്കറി തൈകളും പഴവർഗ്ഗങ്ങളും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ പള്ളിക്കൽ എൻ്റെ ചേട്ടൻ്റെ കൂടെയും കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. 2 വർഷം മുമ്പ് എൻ്റെ ചേട്ടനും കൂട്ടുകാരും ഒക്കെ പള്ളിയിൽ ട്യൂഷൻ പഠിച്ച് A+ നേടിയിരുന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും അച്ഛൻ്റെ കൂടെ ഒത്തുകൂടാറുണ്ട്. ഞങ്ങളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ ഞങ്ങളോട് ചെയ്യാൻ പറയും. പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒരുമിച്ച് പഠിക്കാനൊക്കെ ഉള്ള അവസരം അച്ഛൻ ഞങ്ങൾക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വർഷം ഞങ്ങളും അച്ഛനും പേരൻസും എല്ലാവരും കൂടെ ബന്ദിത്തൈ നടന്നു. ഓണത്തോടനുബന്ധിച്ചാണ് ബന്ദിത്തൈ നടുന്നത്. ഇവിടെ നിന്നും ലഭിക്കുന്ന മികച്ച വിളവുകളൊന്നും തന്നെ വിൽപ്പനയ്ക്കായി ഉപയോഗിക്കാറില്ല. പകരം പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്കുമായി പൂർണ്ണമായും സൗജന്യമായാണ് ഇവ വിതരണം ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ കിലോ കണക്കിന് പയറും വെണ്ടയ്ക്കയും വിളവെടുത്ത് നാട്ടുകാർക്ക് നൽകി ഈ കൂട്ടായ്മ മാതൃകയായിരുന്നു. ഞങ്ങൾ 4 വർഷമായി ഇവിടെ കൃഷിക്ക് ഇറങ്ങുന്നു. കഴിഞ്ഞ വർഷവും ഈ വർഷവുമാണ് ഞങ്ങൾ ബന്ദി കൃഷി ചെയ്യുന്നത്. അച്ഛൻ്റെ അടുത്ത് ട്യൂഷൻ പഠിച്ച എല്ലാ കുട്ടികളും അമ്മമാരാണ് ഈ പ്രാവശ്യം ഈ ബന്ദി കൃഷിക്ക് വേണ്ടി മുൻകൂറായി വന്നിരിക്കുന്നത്. അച്ഛനിവിടെ കുറേ പ്രവർത്തനങ്ങൾ ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നുണ്ട്. സ്പോർട്സ്, കരാട്ട, സ്പോക്കൺ ഇംഗ്ലീഷ്, അങ്ങനെ തുടർന്ന് ഇങ്ങനെ കുട്ടികൾ ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും അവർക്ക് നേടാൻ സഹായിക്കുന്നു. കഴിഞ്ഞ വർഷം പള്ളിയുടെ പരിസരങ്ങളിലും സ്കൂളിൻ്റെ ഗ്രൗണ്ടിലുമായിട്ടാണ് ഞങ്ങൾ ബന്ദി കൃഷി നട്ടത്. അത് വൻ വിജയമായിരുന്നു. ഓണസമയമായപ്പോൾ പൂക്കൾ പറിച്ച് എല്ലാ വീടുകളിലും അമ്പലങ്ങളിലും കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇഞ്ചിയാനി കൂട്ടായ്മ കൃഷിക്ക് പുറമെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾ കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വികാരി അച്ഛന്റെ നേതൃത്വത്തിൽ വിപുലമായ പദ്ധതികളാണ് നടത്തിവരുന്നത്.
ഇതിന്റെ ഭാഗമായി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെണ്ടമേള ഗ്രൂപ്പ് അച്ഛന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ഈ മേളസംഘത്തിന്റെ അരങ്ങേറ്റവും പ്രൗഢഗംഭീരമായി നടന്നിരുന്നു. വരാനിരിക്കുന്ന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ഈ ചെണ്ടമേള സംഘവും നാട്ടുകാരും ഇപ്പോൾ വിപുലമായ തയ്യാറെടുപ്പിലാണ്. മണ്ണും മനസ്സും ഒരുപോലെ പാകപ്പെടുത്തി ഒരുമയുടെ ഓണക്കാലത്തെ വരവേൽക്കുവാൻ പൂർണ്ണമായി സജ്ജമായി നിൽക്കുകയാണ് ഇഞ്ചിയാനി ഗ്രാമം. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.